മാർച്ച് 13-ാം തീയതി നടന്ന പോരാട്ടത്തിലാണ് സൂപ്പർ താരമായ മെസ്സി അവസാനമായി കളിച്ചത്. മാർച്ച് 13-ാം തീയതി കോൺകകാഫ് ചാമ്പ്യൻസ് കപ്പിൻ്റെ നാഷ്വിൽ എഫ്സിക്കെതിരായുള്ള സെക്കൻഡ് റൗണ്ട് പോരാട്ടത്തിലാണ് മെസ്സി അവസാനമായി മിയാമിക്കായി പന്തു തട്ടിയത്. അതിനുശേഷം പരിക്ക് പിന്തുടർന്ന മെസ്സിയെ ഇന്റർ മയാമിക്കൊപ്പമുള്ള 3 മത്സരങ്ങളും അർജന്റീന ജേഴ്സിയിലുള്ള 2 മത്സരങ്ങളും മെസ്സിക്ക് നഷ്ടമായി. 16-17 ദിവസമായി മെസ്സി ഗ്രൗണ്ടിൽ അവസാനമായി തിരിച്ചെത്തിയിട്ട്. മെസ്സി ഇനി എന്ന് കളിക്കളത്തിലേക്ക് തിരികെ എത്തുമെന്ന കാത്തിരിപ്പിലാണ് നിലവിൽ മിയാമി ആരാധകരും മെസ്സി ആരാധകരുമുള്ളത്. എന്നാൽ മെസ്സിക്ക് പരിക്കേറ്റതോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള പണിയാണ് ഇന്റർ മയാമിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതിന് കാരണം ഇനി ലിയണൽ മെസ്സി തിരികെ വരുമെന്ന് കരുതപ്പെടുന്നത് ഏപ്രിൽ 3-ാം തീയതി നടക്കുന്ന മോൺപില്ലറിനെതിരെ നടക്കുന്ന മത്സരത്തിലാണ്. ഈ മത്സരത്തിലായിരിക്കും മെസ്സി തിരിച്ചു വരിക എന്ന വാർത്തകളുണ്ട്. എന്നാൽ ഈ മത്സരത്തിലേക്കുള്ള ടിക്കറ്റുകൾ ഇതുവരെ വിറ്റു തീർന്നിട്ടില്ല. ഇതിന്റെ പ്രധാന കാരണം ഈ മത്സരത്തിലേക്ക് മെസ്സി എത്തുമോ എന്ന ആരാധകരുടെ സംശയമാണ് നിലവിലുള്ളത്. എന്നാൽ മോണ്ടറിക്കെതിരെ നടക്കുന്ന കോൺകകാഫ് ചാമ്പ്യൻസ് കപ്പിന്റെ സെക്കൻഡ് ലെഗ് പോരാട്ടം ഏപ്രിൽ 10-ാം തീയതിയാണ് നടക്കാൻ പോകുന്നത്. ഇതിലേക്കുള്ള എല്ലാ ടിക്കറ്റുകളും ഇതിനോടകം തന്നെ വിറ്റു തീർന്നു എന്നാണ് റിപ്പോർട്ട് വരുന്നത്. മെസ്സി ഇല്ലെങ്കിൽ ടിക്കറ്റിന്റെ വില ഒരുപാട് കുറച്ചിട്ടും ആരാധകരില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ഇത് മിയാമിക്ക് വളരെയധികം തിരിച്ചടി നൽകുന്ന ഒന്നുകൂടിയാണ്. ഇന്ന് നടന്ന ഇന്റർ മയാമി ന്യൂയോർക്ക് സിറ്റി പോരാട്ടത്തിൽ സുവാരസ് ഗോൾ അടിച്ചിട്ടും മിയാമിക്ക് വിജയിക്കാനായിരുന്നില്ല. 1-1 സമനിലയിലാണ് മത്സരം പിരിഞ്ഞത്. ഈ മത്സരവും ഇന്റർ മയാമിയുടെ ഹോം ഗ്രൗണ്ടിലാണ് മത്സരമെങ്കിലും ഒരുപാട് ആരാധകർ കുറഞ്ഞ സ്റ്റേഡിയത്തെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മെസ്സി എഫക്റ്റ് വളരെയധികം രീതിയിൽ മിയാമി ആരാധകരെ ബാധിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മെസ്സി ഉണ്ടെങ്കിൽ സ്റ്റേഡിയം നിറയൂ എന്ന അവസ്ഥയാണ് നിലവിൽ ഇപ്പോഴുള്ളത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും അപ്ഡേറ്റുകളുമായി ഇനിയും കാണാം.